മാറ്റി എഴുതാം. ഈ ചോദ്യത്തിലെ എക്സ്പോണൻസ് ഒക്കെ എഴുതുമ്പോൾ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 2x² മൈനസ് എക്സ് മൈനസ് 2. ഇതാണ് പോളിനോമിയൽ ഫംഗ്ഷൻ. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2x² മൈനസ് എക്സ് മൈനസ് 2. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ടൈപ്പ് ചെയ്തത്. ഓക്കെ, 2 × 2 എന്നൊക്കെ വായിച്ചത് പോവും. അങ്ങനെയല്ല, 2x² ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ റിയൽ ഫോം. ഓക്കെ, അപ്പോൾ ഈ ബഹുപദം, ഈ പോളിനോമിയലിനെ ബേസ് ചെയ്തിട്ട് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട് അല്ലേ? യെസ്, 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെ എന്ന് കണ്ടെത്തണം. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഈ ബഹുപദത്തെ x+3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ശിഷ്ടം എന്ന് പറയുന്നത് -8 ആയിരിക്കും. അപ്പോൾ ഈ പോളിനോമിയൽ ഫംഗ്ഷനുകളെ ഇത്തരത്തിലുള്ള ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ചെയ്യും? അവിടെ ചെയ്യേണ്ടത്, ഇവിടെ തന്നിരിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ട് അല്ലെ, x+3 എക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. അതിന് എന്ത് വില വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ 3 എന്താണ്? 3 കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വില ഒരിക്കലും മാറൂല അല്ലെ. എക്സിന് നമുക്ക് ഇവിടെ ആണെങ്കിൽ 1 എന്നോ 2 എന്നോ 3 എന്നോ 4 എന്നോ അങ്ങനെ ഇഷ്ടമുള്ള വില കൊടുക്കാം. പക്ഷെ ഈ 3ന്റെ വില ഒരിക്കലെങ്കിലും മാറുമോ? ഇല്ല. 3 ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും എവിടെ പോയാലും എക്കാലത്തും അത് 3 തന്നെയാണ്. സോ 3 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇങ്ങനെ തന്നിരിക്കുന്ന കോൺസ്റ്റന്റുകളുടെ ചിഹ്നം മാറ്റി ആ ഫംഗ്ഷനിൽ കൊടുത്താൽ മതി. പറഞ്ഞുതരാം. ഇവിടെ +3 ആണ് അല്ലടാ. അപ്പോൾ 3 ആണ് ഇവിടെ കോൺസ്റ്റന്റ്. അതിന്റെ ചിഹ്നം എന്താ? പ്ലസ്. അതിന്റെ ചിഹ്നം പ്ലസ്, അതിന്റെ സൈൻ പ്ലസ് ആണ്, പോസിറ്റീവ് ആണ്. നമ്മൾ അതിനെ മാറ്റണം. മാറ്റിയാൽ എന്താകും? ആ കോൺസ്റ്റന്റിന്റെ സൈൻ മൈനസ് ആകും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് -3 ആയിട്ട് പരിഗണിക്കുക, എന്നിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശിഷ്ടം -8. കിട്ടുന്ന ഉത്തരം -8 ആണെങ്കിൽ അതിന് ശിഷ്ടം -8 ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, നമുക്ക് ചെയ്യാം. ഇനി ഈ ഫംഗ്ഷനിലേക്ക് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നു. ഇനി പി ഓഫ് എക്സിന്റെ സ്ഥാനത്തൊക്കെ ഇനി ഞാൻ ആരെ ഇടും? -3 ഇടും. ഓക്കെ, equal to -3³ plus 2 × -3² minus of -3 -2. ചെയ്ത് കഴിഞ്ഞാൽ -3യുടെ ക്യൂബ്, ഇവിടെ പവർ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അതിൻ്റെ ചിഹ്നം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, 3ന്റെ ക്യൂബ് 27 പ്ലസ് 2 × ഇവിടെ പവർ ഇരട്ട സംഖ്യയാണ്. അപ്പോൾ ചിഹ്നം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. 3ന്റെ സ്ക്വയർ 9 മൈനസ് ഓഫ് മൈനസ്, 2 മൈനസുകൾ ഒരുമിച്ച് പ്ലസ് ആയി 3 - 2 ചെയ്താൽ -27 പ്ലസ് 18 പ്ലസ് 3 -2 സമം. ഇനി പോസിറ്റീവ് സംഖ്യകളൊക്കെ ഒരുമിച്ചാക്കുക, നെഗറ്റീവ് സംഖ്യകളൊക്കെ ഒരുമിച്ചാക്കുക. ഇവിടെ പോസിറ്റീവ് സംഖ്യകൾ ഏതാണ്? +18 ഉണ്ട്, +3 ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന കാശ്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ള കാശ്. അങ്ങനെയാണെങ്കിൽ 18ഉം 3ഉം നമ്മുടെ കീശയിലുണ്ട്. എത്ര? 18ഉം 3ഉം കൂടിയാൽ 21. ഇനി മൈനസ്. എത്ര കടം, എത്ര നെഗറ്റീവുകൾ? 27 കടം. മാത്രമല്ല ഒരു 2ഉം കൂടി കടം. അങ്ങനെ ആകെ എത്ര കടം? ആകെ 29 കടം. ഓക്കെ, -29. ഇനി നോക്കിക്കട, 21 - 29 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ചേർക്കാം. 29ൽ നിന്ന് 21 കുറച്ച് കിട്ടുന്ന ഉത്തരത്തിനൊപ്പം വലിയ സംഖ്യയായ 29ന്റെ ചിഹ്നം മൈനസ് ചേർക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചിന്തിക്കാം, 21 രൂപ ഇവിടെ പ്ലസ് ആണ് അല്ലെ, ചിഹ്നമൊന്നുമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പ്ലസ് ആണ്. 21 രൂപ കീശയിൽ, 29 രൂപ കടം.
നമ്മൾ 21 രൂപ എടുത്ത് കടം പരമാവധി വീട്ടി. അപ്പോഴും ബാക്കി എന്താണ്? ബാക്കി കടമാണ്. എത്ര രൂപ? 8 രൂപ. അപ്പോൾ നോക്കിക്കടാ, നമ്മളിങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ശിഷ്ടം എന്ത് കിട്ടി? 8 കിട്ടി അല്ലേ? ശിഷ്ടം 8 കിട്ടി. അതിനർത്ഥം സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മക്കളെ, ഇത് നിങ്ങൾ പോസ് ചെയ്ത് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വളരെ റെയറായിട്ടാണ് വരാറ്, എങ്കിലും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യണ്ട. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഒരു പക്ഷം മാറാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ചെയ്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഓക്കെ, ഈ ബഹുപദത്തിന്റെ ഒരു ഘടകമാണ് x+2. നേരത്തെ ചെയ്ത അതേ പരിപാടി ഇവരൊന്ന് തിരിച്ച് ചോദിച്ചു. നേരത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞത്? x+3 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടണം? ശിഷ്ടം -8 കിട്ടണം. ഇവിടെയോ x+2 എന്ന് പറയുന്നത് ഈ ബഹുപദത്തിന്റെ ഘടകമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എടാ, ഒരു സംഖ്യയുടെ ഘടകമാകണമെങ്കിൽ ആ സംഖ്യയുടെ ഗുണിതവും ആകണ്ടേ? വേണ്ടേ? എന്ന് വെച്ചാൽ 8ന്റെ ഒരു ഘടകമാണ് 2 അല്ലേ? തിരിച്ചു പറയാലോ നമുക്ക്, 2ന്റെ ഗുണിതമാണ് 8, 2ന്റെ മൾട്ടിപ്പിൾ ആണ് 8 എന്ന് പറയാലോ. അതിൽ തെറ്റില്ലല്ലോ. ആ ഒരു കൺസെപ്റ്റ് വെച്ച് ഇതൊന്ന് നോക്കിക്കടാ. 8 2ന്റെ ഘടകമാണ്, 8ന്റെ ഘടകമാണ് 2. 8ന്റെ ഘടകങ്ങളിൽ ഒന്നാണ് 2 എന്ന് വെച്ചാൽ 8നെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 കിട്ടണം. അതേ കൺസെപ്റ്റ് വെച്ച് ഈ ഫംഗ്ഷനെ, ഈ പോളിനോമിയൽ ഫംഗ്ഷൻ p(x)നെ x+2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? x+2 എന്ന് പറയുന്നത് ഈ പോളിനോമിയൽ ഫംഗ്ഷന്റെ ഒരു ഘടകമാണ് എന്ന് പറയാം. ക്ലിയർ ആണ്? ഓക്കെ, എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത അതേ പരിപാടി. ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട് x, ഒരു കോൺസ്റ്റന്റും ഉണ്ട്. ഏതാ കോൺസ്റ്റന്റ്? 2. അതിന്റെ ചിഹ്നം മാറ്റുന്നു, എക്സിന് കൊടുക്കുന്നു. ഈ 2ന്റെ ചിഹ്നം മാറ്റിയാൽ ഇവിടെ പ്ലസ് ആണ് അല്ലേ? നമ്മളത് മൈനസ് നൽകും. അപ്പോൾ p(-2) നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് നമുക്ക് അവസാനം 0 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം x+2 എന്ന് പറയുന്നത് ഈ പോളിനോമിയൽ ഫംഗ്ഷന്റെ ഫാക്ടറാണ്, ഘടകമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. -2ന്റെ ക്യൂബ് +2 × -2ന്റെ സ്ക്വയർ -(-2) -2. ഞാൻ പറഞ്ഞു, പവർ ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ ചിഹ്നം നെഗറ്റീവ് ആയിരിക്കും. 2ന്റെ ക്യൂബ് 8 പ്ലസ് 2 × ഇവിടെ പവർ ഇരട്ട സംഖ്യയാണ്, അപ്പോൾ ചിഹ്നം പ്ലസ് ആയിരിക്കും. 2ന്റെ സ്ക്വയർ 4 -(-) എന്ന് പറഞ്ഞപ്പോൾ പ്ലസ് ആയി, +2 -2. ഓക്കെ, -8 +8 +2 -2. ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. കയ്യിലുള്ള പോസിറ്റീവ് സാധനങ്ങൾക്ക് ഒരുമിച്ചാക്കുന്നു. 8 രൂപയും 2 രൂപയും പോക്കറ്റിലുണ്ട്. സോ 8 രൂപ കീശയിൽ. എത്ര രൂപ കടം? -8ഉം -2ഉം ആകെ 8ഉം 2ഉം 10. 8ഉം 2 ഇവിടെ 10 കേട്ടോ. 8 + 2 10 രൂപ കീശയിൽ, 10 രൂപ കടം. അങ്ങനെ 10 - 10 എന്ന് പറഞ്ഞാൽ പോക്കറ്റിലൊന്നുമില്ല, കടമായിട്ടും ഒന്നുമില്ല, മൊത്തത്തിൽ പോയി 0 കിട്ടി. 0 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? x+2 എന്ന് പറയുന്നത് ഒരു ഘടകമാണ്. അങ്ങനെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നമ്മുടെ ഓപ്ഷൻ 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാം. മക്കളെ, അങ്ങനെ നമ്മൾ 26ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ചോദ്യം ഇങ്ങനെയാണ്: അക്കങ്ങൾ ആവർത്തിക്കാതെ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര മൂന്നക്ക സംഖ്യകൾ എഴുതാൻ കഴിയും? നമ്മൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഇപ്പോൾ എത്രയായി ചെയ്യുന്നു അല്ലേ? നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. അക്കങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. അക്കങ്ങൾ ആവർത്തിക്കാതെ ഏതൊക്കെ അക്കങ്ങൾ ഉപയോഗിച്ച്? 1, 2, 3, 4, 5. ഈ 5 അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ മൂന്നക്ക സംഖ്യയാണ് ഉണ്ടാക്കേണ്ടത് അല്ലേ? മക്കളെ, ഇവിടെ ഒന്നാമത്തെ
ഡിജിറ്റായിട്ട് അല്ലെങ്കിൽ 100ന്റെ സ്ഥാനത്ത് ആരെല്ലാം വരാം? ഈ 5 സംഖ്യകൾക്കും സാധ്യതയുണ്ട് അല്ലേ? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. ഈ 5 പേരെയും ഇവിടെ പ്രതിഷ്ഠിക്കാൻ കഴിയും. 5 സാധ്യതകളുണ്ട് 100ന്റെ സ്ഥാനത്ത്. എടാ ഞാനിവിടെ ഒരു സംഖ്യേനെ 100ന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഞാൻ 1 ഇവിടെ പ്രതിഷ്ഠിച്ചതെന്ന് വെച്ചോ. ഇപ്പം 2ാമത്തെ സ്ഥാനത്ത് പിന്നെ ഒരു കാരണവശാലും എനിക്ക് 1 വയ്ക്കാൻ പറ്റില്ല. ബാക്കി ആരൊക്കെയുണ്ട്? 2, 3, 4, 5 4 സാധ്യതകളാണ് 10ന്റെ സ്ഥാനത്ത് വരുന്നത്. 4 സാധ്യതകൾ. ഓക്കെ, അപ്പം ഞാൻ 2 10ന്റെ സ്ഥാനത്ത് എഴുതുന്നത് എന്ന് വിചാരിച്ചാൽ ഇനി 3ാമത്തെ സ്ഥാനത്ത് 3ാമത്തെ ഡിജിറ്റായിട്ട് 1ന്റെ സ്ഥാനത്ത് ആരൊക്കെ വരും? 3, 4, 5 3 ഡിജിറ്റുകൾക്ക് സാധ്യതയുണ്ട്. 3 അക്കങ്ങൾക്കേ സാധ്യതയുള്ളൂ. അപ്പോൾ ആകെ എത്ര സാധ്യതകൾ, എത്ര സംഖ്യകൾ ഇത് വെച്ച് ഉണ്ടാക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ നമ്മൾ ഇവരെ തമ്മിൽ അങ്ങോട്ട് ഗുണിക്കും. I4 20 20 ഗുണിക്കണം 3 എന്ന് വെച്ചാൽ അത് 60ആണ്. 20ന്റെ 3 മടങ്ങ് 60ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ അല്ലടാ? 27ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 27ാമത്തെ ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 9, 8, 7, 6 - 3, 7, 8, 9. മക്കളെ ഞാനിത് 2 തരത്തിൽ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഒന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന വഴി, അപ്പുറത്തുനിന്ന് കടമെടുത്ത് ചെയ്യുന്ന പരിപാടി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉത്തരം കിട്ടുക നോക്കാം. ഇവിടെ 6ൽ നിന്ന് 9 കുറയ്ക്കാൻ കഴിയില്ല അല്ലേ? 6 ചെറുതും 9 വലുതുമാണ്. നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത് കിടക്കുന്ന 7ന്റെ അടുത്ത് പോയി കടം വാങ്ങിക്കും. ആശാനെ ഞാൻ ചെറുതാണ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് തരുമോ? അപ്പോൾ 7 എന്ത് ചെയ്യും? പാവല്ലേ എന്ന് വിചാരിച്ച് ഒരു 1 അപ്പുറത്തേക്ക് കൊടുക്കും. സോ ഈ 6 1നെ കൂട്ടുപിടിച്ച് 16 വലുതാകും. 7 1 നഷ്ടപ്പെട്ടു, അത് 6 ചെറുതായി. 16ൽ നിന്ന് 9 പോയാൽ എത്ര എന്നാണ്? 7 അല്ലേ? 9 10 ആകാൻ 1, 10 16 ആകാൻ 6, അങ്ങനെ 6 1 7. ഇനി 6ൽ നിന്ന് 8 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഈ 6 അപ്പുറത്ത് പോയി 8ന്റെ അടുത്ത് കടം വാങ്ങിച്ചു. ഇത് 16 ഇത് 7. 16ൽ നിന്ന് 8 പോയാൽ 16ൽ നിന്ന് 8 പോയാൽ എത്രയാടാ? 8 8കൾ ചേർന്നതാണ് 8 8 ചേരുന്നതാണ് 16 അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ 7ൽ നിന്ന് 7 പോയാൽ നമുക്കറിയാം 7ൽ നിന്ന് 7 പോയാൽ 0. 9ൽ നിന്ന് 3 പോയാൽ അത് 6. ഉത്തരം 60 87. 60 87. ഇതാണ് ശരിക്കും ചെയ്യുന്ന വഴി. ഞാൻ പറഞ്ഞു ഒരു വഴി കൂടി ഞാൻ പറഞ്ഞുതരാം, ഒരു മെത്തേഡ് കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ കുറയ്ക്കേണ്ടത് 9 8 7 6ൽ നിന്ന് 3 7 8 9 മൈനസ് ചെയ്യും. ഇവിടെ വലിയ സംഖ്യ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മുകളിൽ എഴുതിയിരിക്കുന്ന സംഖ്യയാണ്. ഏത്? 9876. ഞാനത് എഴുതുന്നു 9876. ഞാനിനി കുറയ്ക്കല്ല ഇവിടെ ചെയ്യുന്നത്, ഞാനതിന് പകരം കൂട്ടും. പുതിയൊരു മെത്തേഡാണ് കേട്ടോ, പുതിയൊരു മെത്തേഡാണ്. വേണ്ടവരെടുത്താൽ മതി, കൺഫ്യൂഷൻ ആകും എന്നുള്ളൊരു വിട്ടേക്ക്. ഒരു വഴിയും കൂടി പറഞ്ഞു തരുന്നു മാത്രം. ഇപ്പം മുകളിൽ എഴുതിയിരിക്കുന്ന സംഖ്യ ഞാൻ അതുപോലെ എഴുതി ഇവിടെ കുറയ്ക്കുന്നതിന് പകരം ഞാനിവിടെ കൂട്ടുന്നു, പ്ലസ് ചെയ്യുന്നു. ഇനി താഴത്തെ സംഖ്യ 3789 ഞാൻ അതുപോലെ അതിങ്ങോട്ട് പകർത്തി എഴുതില്ല, പകരം ഞാൻ ഈ സംഖ്യനെ ഒന്ന് മാറ്റി എഴുതും. എങ്ങനെ മാറ്റണമെന്ന് ചോദിച്ചാൽ ആ സംഖ്യയുടെ അവസാനത്തെ ഡിജിറ്റ് 10ലേക്കും ബാക്കി എല്ലാവരെയും ഞാൻ 9ലേക്കാക്കും. അവസാനത്തെ ഡിജിറ്റിനെ 10ലേക്കും ബാക്കി എല്ലാവരെയും 9ലേക്കുമാക്കും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കാണാം 3789 അവസാനത്തെ ഡിജിറ്റിനെ 10ലേക്ക്, അവസാനത്തെ ഡിജിറ്റ് 10ലേക്ക്. 9 10 ആകാൻ എനിക്കറിയാം 1 കൂട്ടണം. ബാക്കി എല്ലാവരെയും ഞാൻ 9ലേക്ക് ആക്കുന്നത്. 8 9 ആകാൻ 1, 7 9 ആകാൻ 2, 3 9 ആകാൻ 6. ഓക്കെ, അപ്പം ഞാനിവിടെ എഴുതുന്ന സംഖ്യ 3789 പകരം എഴുതുന്ന സംഖ്യ ഏതാണ്? ഇനി 6211.
6213. ഈ ഒരു മെത്തേഡ് ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന ആളുകളുണ്ടെങ്കിൽ വിട്ടേക്ക്. ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണങ്ങൾ ഭാവിയിൽ ഉണ്ടാകും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനിവരെ തമ്മിൽ കൂട്ടുന്നു. 6 1 കൂട്ടിയാൽ 7, 7 1 കൂട്ടിയാൽ 8, 8 2 കൂട്ടിയാൽ 10, 9 1 10 മാറും 16. ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരു കാര്യം കൂടി ചെയ്യേണ്ടത്, ഞാനിതൊന്ന് കൗണ്ട് ചെയ്യുന്നു. ഇവിടെ താഴെ എഴുതിയ സംഖ്യയിൽ എത്ര ഡിജിറ്റുകളുണ്ട്? 1 2 3 4 ഡിജിറ്റുകളുണ്ട്. സോ അത്രയും ഡിജിറ്റുകൾ ഞാനിവിടെ എഴുതുന്നു ഉത്തരത്തിൽ. 1 2 3 4. ഈ 4 ഡിജിറ്റ് കഴിഞ്ഞ് ഇടതുവശത്ത് വരുന്ന തൊട്ടടുത്ത് കിടക്കുന്ന അക്കത്തിൽ നിന്നും ഞാനൊന്ന് കുറയ്ക്കും. തൊട്ടടുത്ത് കിടക്കുന്ന അക്കം 1 ആണ്. അതിൽ നിന്ന് 1 കുറച്ചാൽ അത് 0 ആയി മാറി. അങ്ങനെ നമ്മുടെ ഫൈനൽ ആൻസർ 6087 എന്ന് കിട്ടും. 6087 ഓപ്ഷൻ എ. ഇപ്പോൾ 2 വഴി, അതിലൊരു വഴി പുതിയ വഴിയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളത് കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു വഴിയാണ്. അത് ഞാൻ പഠിപ്പിച്ച ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ഒരു പ്രയാസം തോന്നി. കടമെടുത്ത് കുറയ്ക്കുന്നതിൽ ഞാൻ പ്രൈമറി ക്ലാസ്സുകളിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ ആ കുട്ടികളെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് ആലോചിച്ച് കുറേ ദിവസങ്ങളുടെ, പക്ഷേ 1 2 മാസങ്ങളുടെ പ്രയത്നത്തിന് ഒടുവിലാണ് ഇങ്ങനൊരു മെത്തേഡിലേക്ക് എത്തിയത്. അപ്പോൾ ഇത് വേണ്ടവരെടുത്താൽ മതി. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഈ ഒരു വഴിയും കൂടി കുറയ്ക്കുന്നതിനുണ്ട്. ഇതല്ലാതെ അനേകം വഴികളുണ്ട് കേട്ടോ കുറയ്ക്കുന്നതിന്. വിൻകുലം മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡുണ്ട്. നിഖിലം സൂത്ര, അഖിലം സൂത്ര എന്ന് പറഞ്ഞിട്ട് വേദിക് മാത്സിലൊക്കെ മെത്തേഡുകളുണ്ട്. നമുക്കതെല്ലാം വഴിയെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ 28ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നത്. 28ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ആ ഓപ്ഷനുകളിൽ 4ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത സംഖ്യ ഏത്? 3 എണ്ണം 4ന്റെ ഗുണിതമായിരിക്കും, 1 എണ്ണം 4ന്റെ ഗുണിതമായിരിക്കില്ല. അങ്ങേരെ കണ്ടുപിടിക്കണം. എടാ 236 4ന്റെ ഗുണിതമാണോ? എങ്ങനെ ചെക്ക് ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ, അത് മറന്നു പോരുത്. ഒരു സംഖ്യ തന്നു, ആ സംഖ്യ 4ന്റെ മൾട്ടിപ്പിൾ ആണോ ഗുണിതമാണോ എന്ന് കണ്ടെത്താൻ ആ സംഖ്യയുടെ അവസാനത്തെ രണ്ടക്കങ്ങൾ ഇവിടെ 236 ആണ്. അവസാനത്തെ രണ്ടക്കങ്ങൾ 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മതി. 36 4ന്റെ മൾട്ടിപ്പിൾ ആണോ? 4ന്റെ ഗുണനപ്പട്ടികയിൽ അല്ലെങ്കിൽ 36നെ 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമോ? പറ്റും അല്ലേ? 9 4 36 അല്ലേ? 236 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 248 അവസാനത്തെ 2 ഡിജിറ്റുകൾ 48 ആണ്. എടാ 48 40നേക്കാൾ വലുതായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാനതിനെ 40+8 എന്നാക്കി. എനിക്കറിയാം 40 എന്ന് പറയുന്നത് 10 4കൾ കൂടുന്നതാണ്. സോ 40 എന്തായാലും 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 8 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മതി. 8 4ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണ് അല്ലേ? 2 4കൾ ചേരുന്നതാണ് 8. സോ 248ഉം 4ന്റെ ഗുണിതമാണ്. ഇവിടെ 264 അവസാനത്തെ 2 ഡിജിറ്റ് നമ്മൾ എടുത്തു, അത് 64 ആണ്. എടാ 64 എന്ന് പറയുന്നത് 40നേക്കാൾ വലുതാണ്. അപ്പം ഞാനതിനൊന്ന് പിരിച്ചെഴുതി. 40ന്റെ കൂടെ 24 ചേരുന്നതാണ് 64. എനിക്കറിയാം 40 എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമാണ്, 10 4കൾ ചേരുന്നതാണ്. സോ 40 ഞാൻ കട്ട് ചെയ്തു. ഇനി ആരാ ഉള്ളത്? 24 ഉള്ളത്. 24 4ന്റെ ഗുണന പട്ടികയിൽ ഉണ്ടോ നോക്കിയാൽ മതി. ഉണ്ടോ? ഉണ്ട് അല്ലേ? 6 × 4 24. അപ്പോൾ 64 എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമായതുകൊണ്ട് 264ഉം 4ന്റെ ഗുണിതമാണ്. സെറ്റ്. ഇനി 214 അവസാനത്തെ 2 ഡിജിറ്റ് 14 ആണ്. 14 4ന്റെ ഗുണിതമാണോ? 3 4 12. അത് കഴിഞ്ഞാൽ 4 4 16 വരുന്നത്. ഇവിടെ തെറ്റിക്കും. അവസാനം 4 കിടക്കുന്നുണ്ടല്ലോ എന്ന് കരുതി അത് 4ന്റെ ഗുണിതമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. 14 4ന്റെ ഗുണിതമാണ്. പക്ഷെ അവസാനത്തെ 2 അക്കങ്ങൾ നോക്കുമ്പോൾ 14 നോക്കുമ്പോൾ ആ 14 എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമല്ലാത്തത് കൊണ്ട് 214ഉം 4ന്റെ ഗുണിതം അല്ല. അപ്പൊ അല്ലാത്ത സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. നമ്മൾ 29ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇങ്ങനെ:
ഒരു കമ്പ്യൂട്ടർ ലാബിൽ ഒരു കമ്പ്യൂട്ടർ ലാബിൽ 6 കുട്ടികൾക്ക് വേണ്ടി 3 കമ്പ്യൂട്ടർ ഉണ്ട്. 6 കുട്ടികളുണ്ട്. 6 കുട്ടികൾ, ഇവർക്ക് 3 കമ്പ്യൂട്ടർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 24 കുട്ടികൾക്ക് മക്കളെ നമ്മളങ്ങനെ 29ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിരിക്കണം. നമ്മളങ്ങനെ 29ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിരിക്കണം. ഈ ചോദ്യത്തിൽ എന്താ പറയുന്നത്? ഒരു കമ്പ്യൂട്ടർ ലാബിൽ 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ വീതം, അല്ലെ? 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ. 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ. അങ്ങനെയാണെങ്കിൽ 24 കുട്ടികൾക്ക് എത്ര കമ്പ്യൂട്ടർ ഉണ്ടാവും? നോക്കാം. മക്കളെ എന്താ പറഞ്ഞേ? ഒരു കമ്പ്യൂട്ടർ ലാബിൽ 6 കുട്ടികളുണ്ട്. 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ വീതം, 3 കമ്പ്യൂട്ടർ വെച്ച്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കടാ, ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എത്ര പേർക്ക് ഉപയോഗിക്കാം? അല്ലേ? ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് 2 കുട്ടികൾക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കടാ, 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ എങ്കിൽ 24 കുട്ടികൾക്ക് എത്ര കമ്പ്യൂട്ടർ? നോക്കിക്കേ, എത്രയായിരിക്കും? ഓരോ 2 കുട്ടികൾക്കും ഒരു കമ്പ്യൂട്ടർ. ഓരോ 2 കുട്ടികൾക്കും, 2 കുട്ടികളാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ, 4 കുട്ടികളാണെങ്കിൽ 2 കമ്പ്യൂട്ടർ, 6 കുട്ടികളാണെങ്കിൽ 3 കമ്പ്യൂട്ടർ. നോക്കൂ, പകുതിയായി കുറഞ്ഞു വരില്ലേ? എങ്കിൽ 24 കുട്ടികൾക്ക് 24ന്റെ പകുതി കമ്പ്യൂട്ടറുകൾ വേണ്ടേ? 12 കമ്പ്യൂട്ടർ അല്ലേ? 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ എന്നത് 6ന്റെ പകുതിയാണ് 3. എങ്കിൽ 24ന്റെ പകുതി എണ്ണം കമ്പ്യൂട്ടറുകൾ വേണം. 24ന്റെ പകുതി എണ്ണം കമ്പ്യൂട്ടറുകൾ വേണം 12. ഇനി ഇങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല. ഇവിടെ 6 കുട്ടികൾ എന്നത് 24 കുട്ടികളായി ഉയർന്നു. അപ്പൊ 6 24 ആകാൻ നമ്മൾ എന്ത് ചെയ്തടാ? 4 കൊണ്ട് ഗുണിക്കണം, അല്ലെ? 6 4 24. എങ്കിൽ 3 കമ്പ്യൂട്ടർ എത്ര കമ്പ്യൂട്ടറായി മാറണം എന്ന് കണ്ടുപിടിക്കാനും നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് ഗുണിച്ച് കണ്ടെത്താം. 2 വഴികളായില്ലേ? സെറ്റ്. നമ്മുടെ ഉത്തരം 12. 12 ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തേക്ക് പോകാം. 30ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 243ന് എത്ര ഘടകങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഘടകങ്ങളുടെ എണ്ണം കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യും? ആ 243നെ ഫാക്ടറൈസേഷൻ ചെയ്യും. 243നെ ഘടകക്രിയ ചെയ്യും. ഘടകക്രിയ ചെയ്താൽ എന്തുകൊണ്ട് ചെറുതാക്കാം? എത്ര വെച്ച് ചെറുതാക്കാം? 243നെ നമുക്ക് 3 കൊണ്ട് ചെറുതാക്കാം. കാരണം 243ലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് 3ന്റെ ഗുണിതമാണ്, അല്ലെ? 4 + 3 7, 7 + 2 9. 9 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണ്. 3ന്റെ ഗുണിതമായത് കൊണ്ട് 243നെ 3 കൊണ്ട് ചെറുതാക്കാം. എങ്കിൽ നോക്കാം, 24ൽ എത്ര 3കൾ? 8 3കൾ. 3ൽ എത്ര 3? 1 3. 81നെ 8 3 കൂട്ടിയാൽ 9 ആണ്. സോ നമുക്ക് വീണ്ടും 3 കൊണ്ട് ചെറുതാക്കാം. അപ്പൊ ചോദിക്കാം, 9 കൊണ്ട് ചെറുതാക്കിയാൽ എന്താ പ്രശ്നം? 81ന്റെ ഒരു ഘടകമല്ലേ 9? പാടില്ല. അഭാജ്യ സംഖ്യകൾ കൊണ്ട്, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യകൾ കൊണ്ട് ചെറുതാക്കി പഠിക്കുക, അത് നല്ലത്. ഓക്കെ. 81നെ 3 കൊണ്ട് ചെറുതാക്കിയാൽ എത്രയാണ്? 8ൽ 2 3കൾ. ബാക്കി 8ൽ നിന്ന് 6 പോയി, ബാക്കി 2 അപ്പുറത്തേക്ക് പോയി. 21ൽ 7 3കൾ. 27നെ വീണ്ടും നമുക്ക് 3 കൊണ്ട് ചെറുതാക്കാം. 9 3കളാണ് 27. 9നെ 3 കൊണ്ട് ചെറുതാക്കിയാൽ 3 3കളാണ് 9. അങ്ങനെ 243 എന്നത് 3 പവർ 1 2 3 4 5 3 പവർ 5 ആണ്. 243 എന്നത് 3 പവർ 5 ആണ്. എത്ര ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ പവറുകൾ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ 1 കൂട്ടണം. ഇവിടെ 3 മാത്രമേ ബേസ് ആയിട്ട് വന്നിട്ടുള്ളൂ. സോ ഇവിടെ പവർ 5 ആണ്. 5നൊപ്പം 1 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 6. 243ന്റെ ഘടകങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം 6. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം.
അപ്പോൾ നമ്മൾ 31ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഒരു സംഖ്യയുടെ 4 മടങ്ങും 6 മടങ്ങും കൂട്ടിയപ്പോൾ 100 കിട്ടി എങ്കിൽ ആ സംഖ്യയുടെ 3 മടങ്ങ് എത്ര? സംഖ്യ നമുക്കറിയില്ല, നമ്മളതിനെ എക്സ് എന്നെടുത്തു. ആ സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താ? 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 4x. ഇനി അതേ സംഖ്യ ആ എക്സിൻ്റെ 6 മടങ്ങ് എന്ന് വെച്ചാൽ 6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത്. ഇവരെ തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 100 കിട്ടി. 4x-ഉം 6x-ഉം കൂട്ടിയാൽ നമുക്കറിയാം അത് 10x ആണ്. 10x എന്ന് പറയുന്നത് 100 എങ്കിൽ x എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? 100/10 ചെയ്താൽ 10 എന്ന് കിട്ടും. ഓക്കെ, ഇതിനധികം സമയം കളയേണ്ട. നമ്മൾ ഈ ടൈപ്പ് കുറേ ചെയ്തിട്ടില്ലല്ലേ. നമുക്ക് അടുത്തേക്ക് പോകാം. ഓപ്ഷൻ 10 100 കിട്ടി. സംഖ്യയല്ല ചോദിച്ചിരിക്കുന്നത്, സംഖ്യയുടെ 3 മടങ്ങാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സംഖ്യയുടെ 3 മടങ്ങാണ് ചോദ്യം. അപ്പോൾ നമുക്ക് സംഖ്യ കിട്ടി. സംഖ്യ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ അതിൻ്റെ 3 മടങ്ങ് എത്രയാണ്? സംഖ്യ x ആണെങ്കിൽ അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്. സംഖ്യ 10 ആണെങ്കിൽ അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ഉത്തരം. സോ നമ്മുടെ ഉത്തരം 30 എന്നത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ 32ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏത്? നോക്കണം, അഭാജ്യ സംഖ്യകളെ കുറിച്ച് എത്ര ചോദ്യങ്ങളായി അല്ലേ? വളരെ പ്രധാനപ്പെട്ടതല്ലേ അപ്പോൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗം പഠിച്ചിരിക്കണം. ഏതാണ് അഭാജ്യ സംഖ്യ? 8 ഒരു അഭാജ്യ സംഖ്യയാണോ? അല്ല. 2ൽ കൂടുതൽ ഘടകം 8-നുണ്ട്. 8 ഒരു അഭാജ്യ സംഖ്യയല്ല. 2 ഒരു അഭാജ്യ സംഖ്യയാണോ? ആണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് 2. നമ്മുടെ ഉത്തരം 2. 1 അഭാജ്യ സംഖ്യയല്ല, 0 അഭാജ്യ സംഖ്യയല്ല. ഓക്കെ, 33ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 10 മടങ്ങ്. സംഖ്യ നമുക്കറിയില്ല, അതിനെ നമ്മൾ x എന്ന് എടുത്തു. അതിൻ്റെ 10 മടങ്ങ് എന്ന് പറഞ്ഞാൽ 10 കൊണ്ട് ഗുണിക്കുന്നത് 10x എന്ന് പറയുന്നത് എത്രയാണ്? അത് 2000 ആണ്. എങ്കിൽ സംഖ്യ കണ്ടുപിടിക്കാൻ 2000/10 അല്ലേ? ഈ ഗുണിക്കണം 10നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഹരണം 10 മാറും. 0 ക്യാൻസലായി. ബാക്കി നമുക്ക് കിട്ടുന്ന ഉത്തരം 200. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 34. നോക്കൂ, നേരത്തെ ചെയ്ത അതേ ചോദ്യമാണ്. ഇന്ന് ചെയ്യണ്ടല്ലോ. ഉത്തരം 30 നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? ഒരു സംഖ്യയുടെ 4 മടങ്ങ് ഒരു സംഖ്യയുടെ 6 മടങ്ങ് തമ്മിൽ കൂട്ടിയപ്പോൾ കിട്ടിയത് 100. അപ്പോൾ 10x എന്നത് 100 എന്ന് കിട്ടും. x എന്ന് പറയുന്നത് 100/10 = 10 എന്ന് കിട്ടും. സംഖ്യ ചോദിച്ചാൽ 10. ആ സംഖ്യയുടെ 3 മടങ്ങ് ചോദിച്ചാൽ അത് 3 × 10 = 30. നമ്മൾ ചെയ്തതാണ്. 35ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ ആദ്യ 2 ഒറ്റ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം ഏതാണ്? മക്കളെ, അഭാജ്യ സംഖ്യകൾ തുടങ്ങുന്നത് 2ൽ നിന്നാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അഭാജ്യ സംഖ്യകൾ ഇപ്പോൾ നമുക്ക് പച്ചവെള്ളം പോലെ ആകേണ്ട സമയമായി. ഓക്കെ, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ തുടങ്ങുന്നത് 2ൽ നിന്നാണ്. അടുത്ത അഭാജ്യ സംഖ്യ ഏതാണ്? 3, അടുത്തത് 5, അടുത്തത് 7, അടുത്തത് 9 എന്ന് എഴുതാൻ തോന്നും. എഴുതരുത്, 11. മക്കളെ, ഇനി ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ 2 അഭാജ്യ സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരമല്ല ചോദിച്ചിരിക്കുന്നത്. 2, 3 തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന ഉത്തരമല്ല ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദ്യം? ആദ്യത്തെ 2 ഒറ്റ അഭാജ്യ സംഖ്യകൾ, ഒറ്റ സംഖ്യകളായിട്ടുള്ള ആദ്യത്തെ 2 അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണത്? അത് 3ഉം 5ഉം അല്ലേ? 2നെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാം ഒറ്റ സംഖ്യകളാണ് അല്ലേ? അവരെ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് എന്ത് എന്നാണ് ചോദ്യം. അവരെ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് എത്രയാ? 3ഉം 5ഉം തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് 15. 3 × 5 15. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തേക്ക് പോകാം. ചതുരത്തിലെ വിട്ടുപോയ കളത്തിലെ സംഖ്യ ഏത്? ചതുരത്തിലെ വിട്ടുപോയ കളത്തിലെ സംഖ്യ ഏത്? ഇത് ഒരു മാന്ത്രിക ചതുരമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. സംഖ്യകൾ 3, 8, 9, 11, 2, 7, 6, 4. ഓക്കെ, നമ്മളിത് പലതരത്തിലും കൂട്ടി നോക്കാം.
നമുക്ക് ഇങ്ങനെ കൂട്ടിയാൽ 11ഉം 6ഉം 17ഉം 3ഉം കിട്ടുന്നത് 20. 9ഉം 4ഉം 13ഉം 7ഉം കൂട്ടിയാൽ കിട്ടുന്നത് 20. അപ്പോൾ കുത്തനെ കൂട്ടുമ്പോൾ കിട്ടുന്നത് 20. ഇനി സൈഡിൽ കൂട്ടിയാൽ 9, 3ഉം 12ഉം 8ഉം 20. 11ഉം 2ഉം 13, 13ഉം 7ഉം 20. ഓക്കെ. ഇനി ഡയഗണലായി കൂട്ടി നോക്കാം. ഇവിടെ 7ഉം 3ഉം 10, പക്ഷെ ഇവിടെ 11ഉം 9ഉം 20. അപ്പോൾ ഡയഗണൽ നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. കുത്തനെയും വിലങ്ങനെയും കൂട്ടുമ്പോൾ 20 ടോട്ടൽ ആകണം. നോക്കിക്കേ, ഇവിടെ 8ഉം 2ഉം ഉണ്ട്. 8ഉം 2ഉം കൂട്ടിയാൽ കിട്ടുന്നത് 10 ആണ്. അങ്ങനെ കുത്തനെ കൂട്ടിയാലും വിലങ്ങനെ കൂട്ടിയാലും 20 കിട്ടണമെങ്കിൽ 20ൽ നിന്ന് 10 പോയി. ബാക്കി എത്ര? ബാക്കി 10 ആയിരിക്കണം നടുവിൽ വരേണ്ടത്. എങ്കിലാണ് എങ്ങനെ കൂട്ടാം? 8ഉം 10ഉം 18ഉം 2ഉം 20. 6ഉം 10ഉം 16ഉം 4ഉം 20. കുത്തനെ കൂട്ടിയാലും വിലങ്ങനെ കൂട്ടിയാലും 20. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. മക്കളെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഈ ചോദ്യം ഞാനിവിടെ ഭംഗിയായിട്ട് എഴുതി കാണിച്ചു തരാം. ചോദ്യം എങ്ങനെയാണ്? 75 ക്യൂബ് മൈനസ് 25ൻ്റെ ക്യൂബ് ഓൾ ഡിവൈഡഡ് ബൈ 75 സ്ക്വയർ പ്ലസ് 75 ഇൻറ്റു 25 പ്ലസ് 25ൻ്റെ സ്ക്വയർ. മക്കളെ, ഇതാണ് ചോദ്യം. ഓക്കെ, ചോദ്യം ഇതാണ്. ഇത് ചെയ്താൽ കിട്ടുന്ന ഉത്തരം കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ബീജഗണിത സമവാക്യം അറിഞ്ഞിരിക്കണം. എന്താണത്? അതിങ്ങനെയാണ്: എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. രണ്ട് സംഖ്യകളുടെ ഘനം, രണ്ട് സംഖ്യകളുടെ ക്യൂബുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എ മൈനസ് ബി. സംഖ്യകളുടെ വ്യത്യാസത്തിനൊപ്പം എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഗുണിച്ചാൽ കിട്ടുന്നതാണ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ ചെയ്യുന്നതാണ്. ഓക്കെ, ഈ രൂപത്തിലുള്ള ഈ മുകളിലുള്ള ആളും താഴെയുള്ള ആളും കിടക്കുന്നത്. നമ്മൾ ബീജഗണിത സമവാക്യങ്ങളൊക്കെ പഠിക്കുന്ന ടൈമിൽ കുറേ ചോദ്യങ്ങൾ ഇതുമായിട്ട് ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ സെറ്റാകും. നമ്മളിത് പച്ചവെള്ളം പോലെ ചോദ്യം കാണുമ്പോൾ തന്നെ ഏത് സമവാക്യം ഉപയോഗിക്കണം എന്ന തരത്തിലേക്ക് നമ്മൾ സെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാം? ഇതിൽ എ എന്ന് പറയുന്നത് 75ഉം ബി എന്ന് പറയുന്നത് 25ഉമാണ് അല്ലേ? ആ രൂപത്തിലല്ല ഇവിടെ കിടക്കുന്നത്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് 75ഉം ബിയുടെ സ്ഥാനത്ത് 25ഉം ആണെന്ന് പറയാം. ഓക്കെ, നമുക്കിതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിനെ മുകളിലിരിക്കുന്ന 75 ക്യൂബ് മൈനസ് 25 ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ എങ്ങനെ എഴുതണം? എ മൈനസ് ബി എന്ന് വെച്ചാൽ 75 മൈനസ് 25 ഇൻറ്റു എ സ്ക്വയർ 75ൻ്റെ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു ബി എന്താണ് 75 ഇൻറ്റു ബി 25 പ്ലസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ 25ൻ്റെ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ താഴെ ആരുണ്ട്? ഇയാളെ വിടരുത് കേട്ടോ. 75ൻ്റെ സ്ക്വയർ പ്ലസ് 75 ഇൻറ്റു 25 പ്ലസ് 25ൻ്റെ സ്ക്വയർ. ഇനി എന്ത് ചെയ്യാൻ പറ്റുമോ? നോക്കിയേ, മുകളിൽ രണ്ട് പദങ്ങൾ 75 മൈനസ് 25 എന്ന് പറയുന്നത് ഒരു പദം, ഇത് ഒരു പദം. രണ്ടാമതൊരു പദം കണ്ടില്ലേ? 75 സ്ക്വയർ പ്ലസ് 75 ഗുണം 25 പ്ലസ് 25 സ്ക്വയർ. അങ്ങനെ രണ്ട് പദങ്ങളെ മുകളിൽ ഗുണിച്ചിരിക്കുകയാണ് അല്ലെ? ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ഗുണനാണ്, ഗുണിച്ചിരിക്കുകയാണ്. അതിൻ്റെ താഴെ മറ്റൊരു പദം. എന്തെങ്കിലും സിമിലാരിറ്റി ഏതെങ്കിലും പദങ്ങൾ തമ്മിലുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി
മുകളിലിരിക്കുന്ന ഒരു പദം താഴെ ഇരിക്കുന്ന ഒരു പദവും രണ്ടും ഒരുപോലെയുണ്ട്. ആരാണ് ആശാൻ? ഈ പദത്തിനെയും നമുക്ക് വെട്ടിക്കളയാം. കാരണം ഒരുപോലെ ഇരിക്കുന്ന ആളുകളാണ്. കൂട്ടലോ കുറയ്ക്കലോ അല്ല, ഗുണിക്കലാണ് അവിടെ നടക്കുന്നത്. സോ നമുക്ക് ആ രണ്ട് പദങ്ങളെ വെട്ടിക്കളയാം. ബാക്കി 75 - 25 മാത്രമേ ഉള്ളൂ. 75 - 25. 75-ൽ നിന്ന് 25-നെ കമ്മിയാക്കിയാൽ, കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് എത്ര? അത് 50. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 50. ഓക്കെ. ഈ ബീജഗണിത സമവാക്യമൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിക്കും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മൾ ആ ഭാഗം പഠിക്കുന്ന സമയത്ത് ഇതിപ്പോൾ PYQ സൊല്യൂഷൻസ് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണല്ലോ. ഇതിനപ്പുറം നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലും ക്ലാസ്സുകളിലൊക്കെ നടക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടൈപ്പിലും നമ്മൾ കുറേ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞ് പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ്, വർക്കൗട്ട് ക്വസ്റ്റ്യൻസ്, PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ സെറ്റായിരിക്കും. ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ ഏത് ബീജഗണിത സമവാക്യം ഇവിടെ അപ്ലൈ ചെയ്യണം എന്ന ലെവലിലേക്ക് നമ്മൾ മാറും. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ഒപ്പം പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. അതാണ് പ്രധാനം. ഇന്ന് ഒരു മോട്ടിവേഷനൊക്കെ തോന്നി അങ്ങോട്ട് പഠിക്കാനിരുന്നു, കുറച്ച് കഴിയുമ്പോൾ മോട്ടിവേഷൻ ഒന്നും ഇല്ലാണ്ടാവും. കൺസിസ്റ്റൻസി എന്ന് പറയുന്നതാണ് സക്സസിൻ്റെ കീ. അപ്പോൾ അത് മറക്കരുത്. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, ജയിക്കാം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്ന അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യണേ. അഭാജ്യ സംഖ്യകളെ കുറിച്ച് നമ്മൾ എത്ര ക്ലാസ്സുകളായി അല്ലേ, എത്ര വീഡിയോസായി, എത്ര ക്വസ്റ്റ്യൻസായി നമ്മൾ ചെയ്യുന്നു. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാ? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ, ഇരട്ട സംഖ്യയായിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം അത് 2. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ. ഇവിടെ ചോദ്യം ഇങ്ങനെയാണ്: ഒരു ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകളും പരസ്പരം കളിച്ചപ്പോൾ ആകെ 28 കളികൾ ഉണ്ടായി എങ്കിൽ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഓക്കെ. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ മക്കളെ, ഇത് ചെയ്യുന്ന വിധം എങ്ങനെയാണ്? ഇത്തരത്തിലൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ, ഈ ടൈപ്പ് ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ കളികളുടെ എണ്ണം, മാച്ചുകളുടെ എണ്ണം എന്ന് പറയുന്നത് n × n-1/2. എന്താണ് n? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീംസ്, ടീമുകളുടെ എണ്ണമാണ് കേട്ടോ. മാച്ച് എന്താണ്? കളികളുടെ എണ്ണം. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ആകെ എത്ര കളികളുണ്ടായി? ആകെ 28 കളികളുണ്ടായി. 28 കളികൾ കളിച്ചു. n × n-1/2. ഓക്കെ. n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ /2-നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, ഹരണം 2 അപ്പുറത്തേക്ക് പോയപ്പോൾ അത് ഗുണനം 2ആയി. 28 × 2 56. 56 = n × n-1. മതി, ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ദ്വിമാന സമവാക്യ രൂപത്തിലേക്കൊക്കെ മാറ്റി എഴുതി x = അല്ലെങ്കിൽ n = -b ± √b² - 4ac / 2a എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. സമയങ്ങൾ മക്കളെ അതിലേക്കൊന്നും പോകണ്ട എന്ന് പറയാൻ കാരണം ഇത് അതിലേക്കൊന്നും പോകാതെ തന്നെ കണ്ടുപിടിക്കാനുള്ള വഴിയുണ്ട്. അപ്പോൾ ആ കുറുക്ക് വഴി എന്താണെന്ന് ചോദിച്ചാൽ n × n-1 സമം ഒരു സംഖ്യ തരികയാണെങ്കിൽ ശ്രദ്ധിക്കുക, n × n-1 സമം ഒരു സംഖ്യ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കുറുക്ക് വഴി എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ ഏതാ? 56.
56 കഴിഞ്ഞ് വരുന്ന, ശ്രദ്ധിക്കണം, നമ്മളിനി വേറൊരു കേസ് പഠിക്കും അടുത്ത ക്വസ്റ്റ്യനിലൊക്കെ. ഇവിടെ n × n-1 ആണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് n × n-1 ആണ്. നമ്മളിനി കുറേ കഴിയുന്ന സമയത്ത് n × n+1 സമം കൊണ്ടൊരു സംഖ്യ തരും. അപ്പോൾ ആ കേസും ഈ കേസും നമ്മൾ മാറിപ്പോരുത്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഇവിടെ മൈനസ് വരുന്നതാണ്. ഓക്കെ. അപ്പോൾ n × n-1 സമം ഒരു സംഖ്യ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെത്രയാ? 56. ആ 56 കഴിഞ്ഞ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുക. 56 കഴിഞ്ഞ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 64 ആണ് അല്ലേ? കൃത്യമായിട്ട് റൂട്ട് എടുക്കാൻ പറ്റുന്ന സംഖ്യകളാണ് പെർഫെക്റ്റ് സ്ക്വയർ. ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയറുകൾ? ഇനി അതിൽ ഡൗട്ട് ഉണ്ടോ? പെർഫെക്റ്റ് സ്ക്വയറുകൾ ഏതൊക്കെയാണ്? 1, 2ന്റെ വർഗ്ഗമായ 4, 3ന്റെ വർഗ്ഗമായ 9, 4ന്റെ വർഗ്ഗമായ 16, 25, 36, 7ന്റെ വർഗ്ഗമായ 49, 8ന്റെ വർഗ്ഗമായ 64, 9ന്റെ വർഗ്ഗമായ 81, 10ന്റെ വർഗ്ഗമായ 100, അടുത്തത് 121, അങ്ങനെ പോകും അല്ലേ? ഈ സംഖ്യകളെ പറയുന്ന പേരാണ് പെർഫെക്റ്റ് സ്ക്വയർ. ഇതിനൊക്കെ പറയുന്ന പേരാണ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ 56 കഴിഞ്ഞ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 56 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? അത് 64 ആണ് അല്ലേ? ഈ 64ന്റെ റൂട്ട് എടുത്താൽ മതിയടാ. ഈ 64ന്റെ റൂട്ട് എടുക്കുക. ഈ 64ന്റെ റൂട്ട് എത്രയാണ്? 64ന്റെ റൂട്ട് 8നെ 2 തവണ ഗുണിച്ചാലാണ് 64. സോ 64ന്റെ റൂട്ട് എന്ന് പറയുന്നത് 8 ആണ്. ഈ 8 ആണ് n. കളികളുടെ എണ്ണം, ടീമുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടീംസ് എന്ന് പറയുന്നത് 8 ആണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. സെറ്റല്ല? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, 40ാമത്തെ ചോദ്യം. 1 മുതൽ തുടർച്ചയായ 21 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്ന തുക എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒറ്റ സംഖ്യകളുടെ തുകയൊക്കെ പഠിച്ചു. നീ ആ സൂത്രവാക്കൊക്കെ പറഞ്ഞേ. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക സമം n². ഒറ്റ സംഖ്യകളുടെ തുക. തുടർച്ചയായ അല്ലെങ്കിൽ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക സമം n². ഉറപ്പിക്കുക. ഓക്കെ. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ടേംസ്. എത്ര ഒറ്റ സംഖ്യകളുണ്ടോ ആ ഒറ്റ സംഖ്യകളുടെ എണ്ണം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 21 ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ n എന്ന് പറയുന്നത് 21ആണ്. അപ്പോൾ 21ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി ഉത്തരത്തിലേക്ക് എത്താൻ. 21ന്റെ സ്ക്വയർ ഇനി എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം? വഴികൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും എടുത്താം. ഓക്കെ. 21ന്റെ വർഗ്ഗം കാണാനുള്ള ആദ്യത്തെ വഴി. 21ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 21 × 21 ആണ് അല്ലേ? അതായത് 21നെ 21 തവണ കൂട്ടുന്നതിൻ്റെ രൂപമാണ് 21 × 21. അറിയാലോ? 21 എന്ന് പറയുന്ന സംഖ്യനെ 21 പ്രാവശ്യം കൂട്ടുന്നതാണ് 21 × 21. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 21നെ ആദ്യം 20 പ്രാവശ്യം കൂട്ടാം. ഇനി ഇത്രയും പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യാം? 10 പ്രാവശ്യം കൂട്ടാം. മൊത്തത്തിൽ 21 പ്രാവശ്യം കൂട്ടണം. വീണ്ടും നമുക്ക് 21നെ ഒരു 10 പ്രാവശ്യം കൂട്ടാം. പിന്നെ 21നെ ഒരു പ്രാവശ്യം കൂട്ടാം. അങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 10 പ്രാവശ്യം കൂട്ടിയാൽ 210 ആണ്. വീണ്ടും ഒരു 10 പ്രാവശ്യം കൂട്ടിയാൽ 210, പിന്നെ ഒരു 21. അങ്ങനെ മൊത്തത്തിൽ 21നെ 21 പ്രാവശ്യം കൂട്ടിയാൽ നമുക്ക് 441 എന്ന് കിട്ടും. ഇതൊരു വഴി. ഇനി ഇവിടെ 10ന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 21നെ 20 പ്രാവശ്യം കൂട്ടാം. അപ്പോൾ നിങ്ങൾക്ക് 420 എന്ന് കിട്ടും. പിന്നെ 21നെ ഒരു പ്രാവശ്യം കൂടി കൂട്ടിയാൽ 21 കിട്ടും. ടോട്ടൽ അപ്പോഴും 441 കിട്ടുക. ക്ലിയർ അല്ല? ഇതൊരു വഴി. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇനി ഇതല്ലെങ്കിലും ഒരു വഴിയുണ്ട് വേണ്ടേ? രണ്ടാമത്തെ വഴി നിങ്ങൾക്കറിയാം. 21 × 21 ഡയറക്റ്റായിട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ആ വഴിയല്ല ഞാൻ ഉദ്ദേശിച്ചത്.
അത് അങ്ങനെ ചെയ്ത് സമയം കളയണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, നോ പ്രോബ്ലം. നമുക്ക് ഉത്തരം കിട്ടിയാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ വഴി എന്താ? 21ൻ്റെ സ്ക്വയർ കാണാൻ ഏത് രണ്ടക്ക സംഖ്യയുടെയും സ്ക്വയർ കാണാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഡിജിറ്റ് 2ആണ്, 2ൻ്റെ സ്ക്വയർ നമ്മൾ 0 4 എന്ന് എഴുതി. കാരണം 2 ഡിജിറ്റായിട്ട് എഴുതണം. സോ ഒരു 0 ചേർത്തു എന്നുള്ളൂ, 0 4. അടുത്തത് 1ആണ്, 1ൻ്റെ സ്ക്വയർ എത്ര? 2 ഡിജിറ്റാക്കി എഴുതണം, 0 1. ഓക്കെ, തൊട്ട് താഴെ അവസാനമായിട്ട് നമ്മളൊരു 0 ചേർത്ത് വെച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ സ്ക്വയർ കാണേണ്ട സംഖ്യകൾ അതിലെ അക്കങ്ങൾ തമ്മിൽ ഗുണിക്കുക. 1 ഗുണിക്കണം 2 2, അതിൻ്റെ ഇരട്ടി 2ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 4. കഴിഞ്ഞു. അത് തമ്മിൽ കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി 4 4 1 449. ഇതാണ് രണ്ടാമത്തെ വഴി. ഇനി ഒരു വഴി കൂടി ഞാൻ പറഞ്ഞുതരാം. ആ വഴി ഇങ്ങനെയാണ്. നമുക്കിവിടെ കാണേണ്ടത് 21 ഗുണം 21ആണ്. ഇവിടെ രണ്ടക്ക സംഖ്യകളാണ്. ആ സംഖ്യകളുടെ പ്രത്യേകത അതിൻ്റെ അവസാനം 1ആണ്. 2 സംഖ്യകളുടെയും അവസാനം 1ആണ്. അങ്ങനെ 1ൽ അവസാനിക്കുന്ന രണ്ടക്ക സംഖ്യകളാണെങ്കിൽ നമുക്ക് ഈ വഴി കൂടി ഉപയോഗിക്കാം. എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ രണ്ടക്ക സംഖ്യകളുടെയും അവസാനം 1 ആയതുകൊണ്ട് ഉത്തരത്തിൻ്റെ അവസാനവും 1 ആയിരിക്കും. ഇനി ആദ്യം കിടക്കുന്ന ഡിജിറ്റുകളെ തമ്മിൽ നമ്മൾ ആദ്യം കൂട്ടും. 2ഉം 2ഉം തമ്മിൽ കൂട്ടിയാൽ എത്രയാണ്? 4. ഇനി ആദ്യം കിടക്കുന്ന ഡിജിറ്റുകളെ തമ്മിൽ നമ്മൾ ഗുണിക്കും. 2 ഗുണിക്കണം 2 എത്രയാണ്? 4. അങ്ങനെയും ഉത്തരത്തിലേക്ക് എത്താം. ഒരു എക്സാമ്പിൾ കൂടി വെച്ച് ഞാൻ പറഞ്ഞുതരാം, ചിലപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. 31 ഗുണിക്കണം ഒരു 41. ഓക്കെ, എന്താ പ്രത്യേകത? 2 ഡിജിറ്റ് നമ്പറുകളാണ്, രണ്ടക്ക സംഖ്യകളാണ്. ആ രണ്ടക്ക സംഖ്യകളുടെ എല്ലാം അവസാനം ആരാണ്? 1ആണ്. അപ്പോൾ ഉത്തരത്തിൻ്റെ അവസാനവും ആരായിരിക്കും? 1ആയിരിക്കും. കിട്ടും. ഇനി എന്ത് ചെയ്യണം? ആദ്യം കിടക്കുന്ന ഡിജിറ്റുകളെ തമ്മിൽ കൂട്ടുക. 3ഉം 4ഉം കൂട്ടിയാൽ 7. പിന്നെന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ ഗുണിക്കുക. ആദ്യം കിടക്കുന്ന ഡിജിറ്റുകൾ തമ്മിൽ ഗുണിക്കുക. 3 ഗുണിക്കണം 4 ഉത്തരം 12. ഉത്തരം 1271. സെറ്റാണോ? ക്ലിയർ അല്ലടാ? ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോകാം. ഓക്കെ, 41ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. വീണ്ടും പേനയും പെൻസിലിനെയും കണക്ക് തന്നെ കേട്ടോ. നമുക്കിവിടെ വായിക്കാം. ഒരു പേനയ്ക്കും, പേനയുടെ വില നമ്മളത് ചെയ്തതാണ്, സെയിം കണക്ക് ചെയ്താണെന്ന് തോന്നുന്നു. എങ്കിൽ ഞാനൊരു വട്ടം കൂടി പെട്ടെന്ന് ചെയ്യാം. പേനയുടെ വില X എന്നും പെൻസിലിൻ്റെ വില Y എന്നും എടുക്കുന്നു. അങ്ങനെ പേനയുടെ വിലയും പെൻസിലിൻ്റെ വിലയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് 20 എന്ന് തന്നിട്ടുണ്ട്. യെസ്, ഇത് ചെയ്താണ്. ഓക്കെ, പെൻസിലിൻ്റെ വിലയുടെ 3 മടങ്ങാണ്. പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് Y ആണ്. അതിൻ്റെ 3 മടങ്ങാണ് എന്ത്? പേനയുടെ വില. അപ്പോൾ X എന്ന് പറയുന്നത് 3Y ആണ് എന്ന് നമുക്ക് കിട്ടി. നമ്മൾ ഇതേ വീഡിയോയിൽ തൊട്ട് മുൻപ് നോക്കിയാൽ മതി, നമ്മളിത് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, എക്സിന് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? 3Y കൊടുക്കുന്നു. 3Y + Y എന്ന് പറയുന്നത് 20. അങ്ങനെ 4Y ചേരുന്നതാണ് 20. എങ്കിൽ Y എന്ന് പറയുന്നത് 20/4 നമുക്ക് 5 എന്ന് കിട്ടി. സോ പെൻസിലിൻ്റെ വില 5 കിട്ടി. ഇനി എന്താ? പേനയുടെ വില എന്ന് പറയുന്നത് Y എന്ന് പറയുന്നത് 5ആണ്. സോ 3 × 5 ആയിരിക്കും പേനയുടെ വില, അതായത് 15 ആയിരിക്കും. ചോദിച്ചിരിക്കുന്നത് പേനയുടെയും, ചോദ്യത്തിൽ ആദ്യം പേനയുടെ വില ചോദിച്ചിരിക്കുന്നത്, എന്നിട്ടേ പെൻസിലിൻ്റെ വില ചോദിച്ചുള്ളൂ. പേനയുടെ വിലയും പെൻസിലിൻ്റെ വിലയും ചോദിച്ചു. അപ്പോൾ ആദ്യം 15 വരണം, പിന്നെ പെൻസിലിൻ്റെ വിലയായ 5 വരാൻ പാടുള്ളൂ. ഇതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നോക്കിയാൽ മതി. നമ്മളങ്ങനെ 42ാമത്തെ ചോദ്യം ഇത് നമ്മൾ ചെയ്തല്ലേ? ഇത് നമ്മൾ ചെയ്താണ്. ഞാൻ അതിനെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ? വേണോ? വേണ്ടല്ലോ. എന്താണ് ഉത്തരം? 1ാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം, അവർക്കിടയിൽ എത്ര ഇൻ്റർവെല്ലുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എത്ര ഇൻ്റർവെല്ലുകൾ? 11ൽ നിന്ന് 1 കുറച്ചാൽ 10 ഇൻ്റർവെല്ലുകൾ, 10 ഗ്യാപ്പുകളുണ്ട്. ഓരോ ഗ്യാപ്പും 50 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 10 × 50 എന്ന് പറയുന്നത് 500 സെൻറ്റിമീറ്റർ. ഇതേ ചോദ്യം ചെയ്തിട്ടുണ്ട് നമ്മൾ. 500 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി. ഓക്കെ, ആ ചോദ്യം ആ
ചോദ്യത്തിൽ പോയി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നോക്കാം. ഓക്കെ, ഇതാ അടുത്തൊരു ബീജ സമവാക്യമാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് സംഖ്യകൾ, ഒരു സംഖ്യനെ ഞാൻ എ എന്നെടുത്തു, രണ്ടാമത്തെ സംഖ്യയെ ഞാൻ ബി എന്നെടുത്തു. അവയുടെ വർഗങ്ങൾ എ സ്ക്വയർ ബി സ്ക്വയർ. ആ വർഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ആ വ്യത്യാസം എന്ന് പറയുന്നത് എന്താ? ഇവയുടെ തുക, ഇവിടെ തുക എന്താണ്? എ പ്ലസ് ബി, ഇവയുടെ തുക. അതേപോലെ അവയുടെ വ്യത്യാസം എ മൈനസ് ബി. ഇവർ തമ്മിലുള്ള ഗുണനഫലത്തിന് തുല്യമാണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? എ പ്ലസ് ബി ഇൻറ്റു എസ്, ഓപ്ഷൻ എയിലുണ്ട്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. 43ൻ്റെ ഉത്തരം ഓപ്ഷൻ എ. നമ്മൾ 44ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഓക്കെ, ഒരു കോഡ് തന്നിട്ടുണ്ട്. കോഡ് വെച്ച് ചെയ്യേണ്ട ചോദ്യമാണ്. നമ്മളിത് ചെയ്യുമ്പോൾ ഓക്കെ, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ ഇതിനൊക്കെ ഓരോ വില തന്നിട്ടുണ്ട്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇങ്ങനെയല്ലടാ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ലെറ്റേഴ്സിന് ഈ പറയുന്ന മൂല്യങ്ങളാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എച്ച് പ്ലസ് എഫ് പ്ലസ് സി പ്ലസ് ഇ ഓൾ ഡിവൈഡഡ് ബൈ ജെ മൈനസ് ഡി എന്നാണ് കേട്ടോ ചോദ്യം. ജെ മൈനസ് ഡി. ഇനി വില കൊടുത്താൽ മതി. എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? എച്ച് എന്ന് പറയുന്നത് ഇവിടെ 7 പ്ലസ് എഫ് എത്രയാണ്? എഫ് എന്ന് പറയുന്നത് 5 പ്ലസ് സി പ്ലസ് ഇ, സി എത്രയാണ്? സി എന്ന് പറയുന്നത് 2, ഇ എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ ജെ, ജെ എത്രയാണ്? 9 മൈനസ് ഡി എത്രയാണ്? 3. ഇതിൻ്റെ വിലയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. 7 5 12 പ്ലസ് 2 പ്ലസ് 4 6 ബൈ 9 മൈനസ് 3 6. 6 ബൈ 6 എത്രയാണ്? മുകളിലും താഴെയും ഒരേ ആള്, അപ്പോൾ 1 ആയിരിക്കും അല്ലേ? അപ്പോൾ 12 പ്ലസ് 1 എന്ന് പറയുന്നത് 13. ഇതാണ് ശരിയായ ഉത്തരം. പക്ഷേ ഓപ്ഷനിൽ ആരില്ല? ആ ശരിയായ ഉത്തരം ഇല്ല. അപ്പോൾ ഓപ്ഷനിൽ ശരിയായ ഉത്തരം ഇല്ല. ശരിയായ ഉത്തരം 13ആണ്. ഓക്കെ, നമുക്ക് 45ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 45ാമത്തെ ചോദ്യം, 3 പോസിറ്റീവായിട്ടുള്ള സംഖ്യകൾ, പൂർണ്ണസംഖ്യകൾ ഏതൊക്കെ? പി ക്യു ആർ. ഈ 3 സംഖ്യകളെ 14 കൊണ്ട് ഹരിച്ചപ്പോൾ പിയെ ഹരിച്ചപ്പോൾ ശിഷ്ടം 5, ക്യൂവിനെ 14 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 8, ആറിനെ 14 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 9 ഇങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ 2p പ്ലസ് 3q മൈനസ് 3r എന്ന് പറയുന്ന സംഖ്യയെ 14 കൊണ്ട് ഹരിച്ചാൽ എത്ര ശിഷ്ടം കിട്ടും? ഇങ്ങനത്തെ ഒരു ടൈപ്പ് ചോദ്യമാണ് വരുന്നതെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പീനെ ഹരിച്ചപ്പോൾ 14 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ശിഷ്ടം എത്രയാണ്? യഥാക്രമം 5. ക്യൂവിനെ ഹരിച്ചപ്പോൾ 8, ആറിനെ ഹരിച്ചപ്പോൾ 9 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? 14 കൊണ്ട് ഈ പീനെയും ക്യൂവിനെ ആറിനെയും ഹരിച്ചപ്പോൾ യഥാക്രമം 5, 8, 9 ആണ് ശിഷ്ടം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 2p പ്ലസ് 3q മൈനസ് 3rനെ 14 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം കണ്ടുപിടിക്കണം. ഒന്നുമില്ലടാ. എടാ, പി എന്ന് പറയുന്ന സംഖ്യയെ ഹരിച്ചപ്പോൾ കിട്ടിയത് 5 ആണ് അല്ലേ? ഒരു പീനെ 14 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ശിഷ്ടം 5 ആണെങ്കിൽ എടാ 2p ചേർന്നാൽ 2p ചേരുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയായിരിക്കും? ഒരു പീനെ ഹരിച്ചപ്പോൾ 5 കിട്ടി അല്ലേ? അപ്പോൾ 2p ആണ്. ഒരു പി കൂടി ചേരണം, അതും 5 ആയിരിക്കും അല്ലേ? അപ്പോൾ 2 ഗുണം 5 ആയിരിക്കും അവിടുത്തെ ശിഷ്ടം വരിക. 2 5കൾ വരും ശിഷ്ടത്തിൽ. എടാ, ഒരു ക്യൂവിനെ ഹരിച്ചപ്പോൾ 14 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ശിഷ്ടം എത്രയാണ്? ക്യൂവിനെ ഹരിച്ചപ്പോൾ കിട്ടിയ ശിഷ്ടം 8. അങ്ങനെയാണെങ്കിൽ 3q ഒരു ക്യൂവിൽ 8 ശിഷ്ടം വരുന്നു. അടുത്ത ക്യൂവിലും 8 ശിഷ്ടം വരും. അടുത്ത ക്യൂവിലും 8 ശിഷ്ടം വരും. അങ്ങനെ 3 8കൾ ശിഷ്ടമായി വരും 3 ക്യൂവിൽ.
ഒരു 6നെ ഹരിച്ചപ്പോൾ കിട്ടുന്ന ശിഷ്ടം 9 എങ്കിൽ 3 6കളെ ഹരിച്ചാൽ 9 9 9 അങ്ങനെ വരില്ലേ? അതായത് 3 9കൾ. ക്ലിയർ ആണല്ലോടാ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വില കൊടുക്കുക, ഈ ഉള്ള ചിഹ്നങ്ങൾ വെച്ച് ചെയ്യുക, ശിഷ്ടം കിട്ടും. 2 ഗുണിക്കണം 5 10 പ്ലസ് 3 ഗുണിക്കണം 8 24 മൈനസ് 3 ഗുണിക്കണം 9 27 ചെയ്ത് നോക്കാം. ചെയ്താൽ എത്രയാ? ഇതാണ് ടോട്ടൽ വരുന്ന ശിഷ്ടങ്ങൾ അല്ലേ? ഇതാണ് ടോട്ടൽ വരുന്ന ശിഷ്ടങ്ങൾ. 10ഉം 24ഉം 10ഉം 24ഉം രണ്ടും പോസിറ്റീവ് സംഖ്യകളാണ്. എത്രയാണ്? 34 കിട്ടും. മൈനസ് 27. 34ൽ നിന്ന് 27 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 7ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എത്ര കൊണ്ടാണ്? 14 കൊണ്ട് ഹരിച്ചപ്പോഴാണ്. 14 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 14നേക്കാൾ ചെറുതാണെങ്കിൽ ഭൂരിഭാഗം കേസിലും 14നേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, റെയർ കേസിൽ മാത്രമേ 14നേക്കാൾ കൂടുള്ളൂ. അങ്ങനെ 14നേക്കാൾ ചെറുതാണെങ്കിൽ മക്കളെ അതാണ് ശിഷ്ടം. ഇനി 14നേക്കാൾ വലുതാണെങ്കിലോ? 14നേക്കാൾ വലുതാണെങ്കിൽ ആ കിട്ടുന്ന ഉത്തരത്തിനെ 14 കൊണ്ട് ഭാഗിച്ച് ശിഷ്ടം എടുക്കണം. എന്ന് വെച്ചാൽ 14 കൊണ്ട് ഹരിച്ച് കിട്ടുന്ന ശിഷ്ടം എടുക്കണം. ഇത് 14നേക്കാൾ ചെറുതായതുകൊണ്ട് നമ്മുടെ ഉത്തരം 7ആണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ല? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ ഈ സീരീസിലെ അവസാനത്തെ ചോദ്യമാണ്. നമ്മുടെ 2023 നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള 46 ചോദ്യങ്ങളാണുള്ളത്. ആ 46ാമത്തെ ചോദ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: എക്സും വൈയും പൂർണ്ണസംഖ്യ. ഞാൻ അടുത്ത പേജ് എടുക്കാം കേട്ടോ, ചെയ്യാം. ഓക്കെ, ഈ എക്സും വൈയും എന്താണ്? 2 പൂർണ്ണസംഖ്യകളാണ്. ഇനി എന്തൊരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? എക്സ് ഇതെങ്ങനെ ഒരു ചിഹ്നം, തൽക്കാലം ഇപ്പോൾ തന്നെ ബട്ടൺ പ്ലസ് എന്ന് ഞാൻ വിളിക്കുകയാണ്. ബട്ടൺ പ്ലസ് എക്സ് ബട്ടൺ പ്ലസ് അല്ലെ, ഒരു ബട്ടൺസിൻ്റെ രൂപത്തിലല്ലേ, ആ നടുവിലൊരു പ്ലസ് ഉണ്ട്, അതുകൊണ്ട് ബട്ടൺ പ്ലസ് എന്ന് ഞാൻ വിളിച്ചു. വൈ എന്ന് പറയുന്നത് x/2 മൈനസ് വൈ ആണ്. അതാണ് കണ്ടീഷൻ നമ്പർ 1. ഇനി എന്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു? എക്സ് എന്താണ് ചിഹ്നം? ഒരു സ്റ്റാർ എന്ന് ഞാൻ വിളിക്കാം, അങ്ങനെയല്ലല്ലോ, ഇങ്ങനെ ഇട്ടിട്ട് മേലെ താഴെ 2 കുത്താണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എക്സ് സ്റ്റാർ വൈ എന്ന് പറയുന്നത് y/3 മൈനസ് 2x ആണ്. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 ബട്ടൺ പ്ലസ് 1 എത്രയെ? ഇത് കണ്ടുപിടിക്കണം. 3 ബട്ടൺ പ്ലസ് 1 സ്റ്റാർ 4 ബട്ടൺ മൈനസ് 4, ബട്ടൺ പ്ലസ് മൈനസ് 4 കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ആദ്യം 3 ബട്ടൺ പ്ലസ് 1 ഈ രൂപത്തിലുള്ളത് അല്ലേ, എക്സ് ബട്ടൺ പ്ലസ് വൈ രൂപത്തിലുള്ളത്. അപ്പോൾ ഇത് എക്സിനും ഇത് വൈനുമായിട്ട് പരിഗണിക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ രൂപത്തിലാണെങ്കിൽ x/2 അതായത് 3/2 മൈനസ് വൈ എത്രയാ? 1. 3/2 എന്ന് പറഞ്ഞാൽ എന്താ? 3ന്റെ പകുതി 1.5 അല്ലേ? 1.5 മൈനസ് 1. 1.5ൽ നിന്ന് 1 പോയാൽ ബാക്കി എന്തേ ഉള്ളൂ? അര, പകുതിയേ ഉള്ളൂ, 1/2. അതവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത് നോക്കാം. 4 ബട്ടൺ പ്ലസ് മൈനസ് 4. 4 ബട്ടൺ പ്ലസ് മൈനസ് 4. ഇവിടെ ആരാണ്? എക്സ് എന്ന് പറയുന്നത് 4, വൈ എന്ന് പറയുന്നത് മൈനസ് 4. സമം എന്താണ്? ഏത് രൂപത്തിലാണ്? x/2 ആയിരിക്കണം. അപ്പം 4/2 മൈനസ് ഓഫ് മൈനസ് 4 ഇങ്ങനെയാവും. അപ്പോൾ 4/2 എന്ന് പറഞ്ഞാൽ 4/2 എന്താ? അത് 2 തന്നെ. മൈനസ് ഓഫ് മൈനസ്, 2 മൈനസ് ഒരുമിച്ച് വന്നപ്പോൾ പ്ലസ് 4. അങ്ങനെ 2ഉം 4ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 6. ഇതുവരെ സെറ്റാണ്. ഒരു സ്റ്റെപ്പ് കൂടി ചെയ്താൽ പരിപാടിയില്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ 3 ബട്ടൺ പ്ലസ് 1ഉം 4 ബട്ടൺ പ്ലസ് മൈനസ് 4ഉം തമ്മിൽ സ്റ്റാർ ചെയ്യണം. സ്റ്റാർ ചെയ്യണം. അപ്പോൾ ഇതിലേതാണ് വൈ?
ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ഇതും വൈ എന്ന് പറയുന്നത് 4 ബട്ടൺ പ്ലസ് -4 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ ഇത്രയും ഭാഗത്തിൻ്റെ ഉത്തരം 1/2 ആണ്. സ്റ്റാർ ഇവിടെ എന്താ 6. ഇത്രയും ഭാഗത്തിൻ്റെ ഉത്തരം നമ്മളിവിടെ കണ്ടുപിടിച്ചു 6 അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 1/2 ആണ്, വൈ എന്ന് പറയുന്നത് 6 ആണ്. സാധനം മനസ്സിൽ വേണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ രൂപത്തിൽ നമുക്ക് എഴുതാം. y/3 എന്ന് വെച്ചാൽ 6/3 മൈനസ് 2 ഗുണിക്കണം എക്സ് എത്രയാ 1/2. നമുക്ക് വെട്ടിക്കളയാം. ബാക്കി എന്തേ ഉള്ളൂ 6/3 -1 എന്നായി. 6നെ 3 കൊണ്ട് ഭാഗിച്ചാൽ 6ൽ എത്ര 3കൾ 2 3കൾ. അപ്പോൾ 2 - 1 എന്ന് കിട്ടും. അതിൻ്റെ ഉത്തരം 2 - 1ൻ്റെ ഉത്തരം 1. 2 - 1ൻ്റെ ഉത്തരം 1. അങ്ങനെ നമ്മൾ ശരിയായ ഉത്തരത്തിലേക്ക് എത്തി. ഉത്തരം 1 1 ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ 2023 വരെയുള്ള ചോദ്യങ്ങൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും മാത്രം ചോദിച്ചിട്ടുള്ള സംഖ്യകൾ എന്ന് പറയുന്ന നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തത്. മക്കളെ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, ക്ലാസ് മെച്ചപ്പെടുത്താൻ ഉപകരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇതൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. നമ്മളിനി 2024 ചോദ്യങ്ങളുമായിട്ട് വീണ്ടും സന്ധിக்கலாம். അതുവരയ്ക്കും ബൈ പകരം. ശരി.